അങ്ങനെ അവൾ ആ കോഴ്സ് സ്റ്റോപ്പ് ചെയ്തു. ഹായ്, ഐ എം അർഫ, എ ഡിജിറ്റൽ മാർക്കറ്റർ. സോ ഞാൻ ഇപ്പോൾ കറന്റ് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. എന്റെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് കോണ്ടന്റ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ടൈമിൽ എന്റെ ഒരു ഫ്രണ്ട് കോൺടാക്ട് ചെയ്തിട്ട് അവള് പറഞ്ഞു അവള് ഒരു ഓൺലൈനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ജോയിൻ ചെയ്തു. ആൻഡ് ആദ്യത്തെ മാസമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ക്ലാസ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വെബ്സൈറ്റിന്റെ ക്ലാസ് ഒന്നും തീരെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആ കോഴ്സ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോ അവൾ എന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ വീഡിയോസ് ഒക്കെ ചെയ്യുന്നു, നിനക്ക് ഒക്കെ മനസ്സിലായിട്ടാണോ നീ വീഡിയോ ചെയ്യുന്നത് ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ന് അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നെങ്കിൽ മാക്സിമം ഓൺലൈൻ നോക്കാണ്ട് ഓഫ്ലൈൻ നോക്കുക. ഒരു നല്ല അക്കാദമിനെ തന്നെ ചൂസ് ചെയ്യുക. നല്ല അക്കാദമി പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ബേസ്ഡ് അക്കാദമി ഒക്കെ ചൂസ് ചെയ്യുക. കുറെ അക്കാദമീസിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ പാലക്കാട് ഇൻസ്പിക്സ്, അവര് ഒരു ഏജൻസി ബേസ്ഡ് അക്കാദമി ആയി. പല സ്റ്റുഡൻസും പഠിച്ചിട്ട് പോലും അവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കരിയർ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഐഡിയ, ഒരു ക്ലാരിറ്റിയോ ഇല്ല. സോ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നന്നായി അന്വേഷിച്ചിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഫോളോ ചെയ്യുക മറക്കണ്ട.